ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനെ വിലക്കണമായിരുന്നുവോ? അദ്ദേഹത്തിന് പ്രവേശനം അനുവദിക്കാൻ പാടില്ലായിരുന്നുവോ? ഈ രീതിയിലാണ് ചോദിക്കാൻ തോന്നുന്നത്. കാരണം മാധ്യമങ്ങൾ ആ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പല ആളുകളും അങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ വിവേക് കിരണിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയാൽ, അദ്ദേഹം വിശ്വാസിയാണ്, പോയാൽ എന്താണ് കുഴപ്പം? ഇതൊരു വലിയ മാധ്യമ വാർത്തയായിരിക്കുകയാണ് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ സന്ദർശിച്ചത്. ഇപ്പം നമുക്കറിയാം, കേരളത്തിലെ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ വിശ്വാസികളാണ്. നിസ്കരിക്കാനും അതേപോലെ തന്നെ പള്ളികളിലൊക്കെ എല്ലാ തരം ചടങ്ങുകൾക്കും പങ്കെടുക്കുന്നവരാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയാൽ എന്താണ് കുഴപ്പം? എന്തിനാണ് ഇതൊരു വലിയ വാർത്തയാക്കുന്നത്? എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വീഴുകയൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് വാർത്തയാക്കിയതും ഇതിൽ വിവാദം സൃഷ്ടിച്ചതും അദ്ദേഹത്തിന്റെ ഫോട്ടോയോ വീഡിയോ ആരെങ്കിലും പകർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വലിയ വിഷയമാക്കിയ, രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച ഗുരുവായൂർ ദേവസ്വം അധികൃതരാണ് ഇത് വിവാദത്തിലേക്ക് കൊണ്ടുവന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് രണ്ട് ഫോട്ടോ അവിടെ ഇവിടെയൊക്കെ എടുത്ത് വീഡിയോയോ ഒക്കെ ഇട്ട് അതങ്ങനെ പോയേനെ. ജനം ഇതൊന്നും കാര്യമായിട്ട് അതിൽ ഈ പിണറായിക്കൊരു പ്രതിച്ഛായക്ക് മങ്ങലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുഴപ്പമോ ഉണ്ടാകില്ലായിരുന്നു. ഇപ്പം നമുക്കറിയാം, പഴയ കാലത്ത് കള്ളുഷാപ്പിലേക്ക് കയറി പോകുമ്പോൾ ചിലര് തലയിൽ കൂടി ഒരു തോർത്തിട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടവലിട്ട് തല ഇങ്ങനെ മറച്ച് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ നാട്ടിലും എൻ്റെ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാൽ അതൊരു പൊള്ളത്തരമല്ലേ, ഈ കണ്ണടച്ചുകൊണ്ട് പൂച്ച പാല് കുടിക്കുന്ന പോലുള്ള ഒരു സംഭവമാണ്. അതായത് ഈ തലയിൽ മുണ്ടിട്ടുകൊണ്ട് പോകണ്ട പോലെ അങ്ങനെ പോയാലും ആൾക്കാരെല്ലാം അറിയും. ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രത്തിൽ തല ഉയർത്തി നെഞ്ചും വിരിച്ച് അദ്ദേഹം ക്ഷേത്രത്തിൽ പോകണമായിരുന്നു. അങ്ങനെ പോയാൽ ആരും അദ്ദേഹത്തിനെ നോക്കുക പോലും ചെയ്യത്തില്ല. പിന്നെ ക്ഷേത്രത്തിൽ വരുന്ന VVIP-കൾ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ VVIP-കൾ വരുമ്പോൾ ദേവസ്വം മാനേജ്മെന്റ് സാധാരണ പത്രക്കാരെ അങ്ങോട്ട് വിളിക്കും. ഇതാണ് ഈ ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാരുടെ ഫോട്ടോ എടുക്കുന്ന പതിവും അത്തരം ശീലങ്ങളും ഒക്കെ ഈ ശീലങ്ങളൊക്കെ ഉണ്ടാക്കിയത് ദേവസ്വം അധികൃതർ തന്നെയാണ്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, അംബാനിയുടെ മകൻ, അദ്ദേഹത്തിന് അനന്ത് അംബാനി അദ്ദേഹം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ വന്നു, പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നു, മറ്റ് ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളിൽ പോയി. ഇതൊക്കെ വലിയ വാർത്തയായിരുന്നു. അവര് വരുമ്പോൾ അവരുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്, അത് മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്, അത് വലിയ വാർത്തയാകുന്നുണ്ട്. ചിലപ്പോഴൊക്കെ അവരുമായിട്ട് സംസാരിക്കാറുണ്ട്. ഇതിലൊന്നും ഇത് ശീലമാക്കുന്നത്, ഈ ക്ഷേത്രത്തിലേക്ക് VVIP-കൾ വരുമ്പോൾ ആ വാർത്ത പത്രപ്രവർത്തകർക്ക് നൽകുന്നത് ക്ഷേത്ര അധികാരികൾ തന്നെയാണ്. ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ നിരവധി തവണ ഇത്തരം വാർത്തകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നെ മുൻകൂട്ടി അവർ അറിയിച്ചിട്ടുണ്ട്, ഇന്ന ആള് ക്ഷേത്രത്തിൽ ഇത്ര മണിക്ക് എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കരുണാകരനും ഇന്ദിരാഗാന്ധി തൊട്ടുള്ള ആൾക്കാർ കരുണാകരനെ നിരന്തരം ഗുരുവായൂർ ക്ഷേത്രത്തിൽ 1-ാം തീയതി പോകാനും അവിടെ വെച്ചിട്ട് അദ്ദേഹം പത്രക്കാരെ കാണുമായിരുന്നു. ഇതൊക്കെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അപ്പോ മാധ്യമങ്ങളിൽ വാർത്ത വരാൻ ആഗ്രഹിക്കുന്നത് ക്ഷേത്ര അധികൃതരാണ്. അങ്ങനെ ഒരു പതിവുണ്ടാക്കി വെച്ചത് അവരാണ്. അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കി വെച്ചത് ക്ഷേത്ര അധികൃതരാണ്. എന്നിട്ടിപ്പം എന്തിനാണ് ഇവിടെ ഈ വിഷയത്തിൽ അതിനകത്തിൽ വിഷമിച്ചിട്ട് കാര്യം? എൻ്റെ അഭിപ്രായത്തിൽ ഇതിനകത്തിൽ ജനം ഈ വിഷയം ശ്രദ്ധിച്ചതും ഇത് സ്വയമേവ തന്നെ വിവാദമായതുമൊക്കെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ആത്മവഞ്ചന, ഹിപ്പോക്രസിയുടെ, അതുപോലെ ഇരട്ടത്താപ്പ്, ഡ്യൂപ്ലിസിറ്റിയുടെയും ഒക്കെ ഫലമായിട്ടാണ്. അതായത് അണികളോട് പറയും ക്ഷേത്രത്തിൽ പോകരുത്. അണികൾക്ക് പലപ്പോഴും നിരീശ്വരവാദം ഉപദേശിച്ചു കൊടുക്കും. നേതാവ് കുടുംബവും ക്ഷേത്രത്തിൽ പോയി. ഇത് EMS-ന്റെ കാലം തൊട്ടേ തുടങ്ങിയതാണ്. ആര്യ അന്തർജനം ക്ഷേത്രത്തിൽ പോകുമായിരുന്നു, വിശ്വാസിയായിരുന്നു. തെറ്റൊന്നുമില്ല, ഞാനിതിലൊന്നും ഒരു തെറ്റായിട്ടല്ല ഞാൻ കാണുന്നത്. ഇവര് തന്നെയാണ്, ഈ നേതാക്കന്മാർ തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾ വിവാദമാകാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത്. ഇവരാണ് ഇതിനെ അരങ്ങൊരുക്കുന്നത്. ഇപ്പം വിവേക് കിരണ് ഗുരുവായൂർ പോയാൽ എന്താ തെറ്റ്? പ്രത്യേകിച്ച് ഞാനിപ്പോ ഒരു കാര്യം പറയാം. കേരളത്തിലെ പിന്നോക്ക സമുദായ അല്ലെങ്കിൽ കേരളത്തിലെ ദുർബല സമുദായങ്ങൾ വർഷങ്ങളായിട്ട് സമരത്തിലൂടെ നേടിയെടുത്ത ഒരു അവകാശമാണ് ക്ഷേത്രപ്രവേശനം.
ഉം. അപ്പൊ ആ ക്ഷേത്രപ്രവേശനം അവർക്ക് നിഷേധിക്കുന്നത് കമ്മ്യൂണിസത്തിന്റെ ഒരു വിവരക്കേടല്ലേ? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു വിവരക്കേടല്ലേ? എന്നാ പിന്നെ AKGയെ പോലുള്ളവർ എന്തിനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്? ഉം. അപ്പോ ഇതിലൊന്നും ആശയപരമായ ക്ലിഷ്ടത, വ്യക്തതയില്ല. ക്ഷേത്രത്തിൽ പോകണോ വേണ്ടയോ? ക്ഷേത്ര കമ്മിറ്റിയിൽ നിങ്ങൾ ഉൾപ്പെടണോ വേണ്ടയോ? ഉം. ഇത് ഒരാഴ്ച പറയും നിങ്ങൾ ക്ഷേത്രത്തിൽ പോകണ്ട, ഉം. അടുത്ത ആഴ്ച പറയും നിങ്ങൾ ക്ഷേത്രത്തിൽ പോകാൻ പറയും. ഉം. ഇതൊക്കെ ആശയപരമായ ഒരു ആശയക്കുഴപ്പം, പാർട്ടിക്കുള്ളിൽ ഈ നിലനിൽക്കുന്ന ഒരു ആശയക്കുഴപ്പം. ഇപ്പം അതാണ് ഈ വിവാദം. ചോദിച്ചോളൂ. ഇദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ എക്കാലവും വിവാദത്തിൽപ്പെട്ടിട്ട് ഉള്ളതാണ്. അതിന് നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതായത് പ്രീ ഡിഗ്രിക്ക് ജയിച്ചത് സെക്കൻഡ് ക്ലാസ്സിലാണ്, ഡിഗ്രിക്ക് ജയിച്ചത് തേർഡ് ക്ലാസ്സിലാണ്. എന്നിട്ടും UK ബർമിംഗ്ഹാമിൽ എങ്ങനെയാണ് വിവേക് കിരണിന് അഡ്മിഷൻ ലഭിച്ചത്? അതേപോലെ എന്താണ് നിരവധി അത്തരത്തിലുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ അഴിമതി, ആ അഴിമതിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ലഭിച്ച പണം, ഈ പണമൊക്കെ കൊണ്ടാണോ വീണ വിജയനും അതേപോലെ തന്നെ ഈ വിവേക് കിരണൊക്കെ വലിയ ഉന്നതങ്ങളിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ചോദ്യം. അത് മാത്രമല്ല, ഇതിനിടയിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്, എനിക്ക് യാതൊരു തരത്തിലുമുള്ള പേരുദോഷവും തരാത്തതാണ് എൻ്റെ മകൻ. ആ മകൻ എവിടെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ, അദ്ദേഹത്തെ എന്തിനാണ് അനാവശ്യമായിട്ട് വിവാദങ്ങളിൽ കൊണ്ടെത്തിക്കുന്നത് എന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള പിണറായി വിജയൻ പോലും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ വിവേക് കിരണുമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അല്ല, വിവേക് കിരൺ SSLCക്കും ഡിഗ്രിക്കും പ്രീ ഡിഗ്രിക്കും ഒന്നും വലിയ മാർക്ക് വാങ്ങിച്ചില്ല എന്നുള്ളത് അതൊരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. ഇപ്പം ഗൗതം, ഞാൻ പേര് പറയുന്നില്ല. ഇത് കേരളത്തിൽ DGP റാങ്കിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ADGP റാങ്കിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ 10ാം ക്ലാസ്സിൽ തോറ്റിട്ട് പിന്നീട് അദ്ദേഹം പഠിക്കാൻ തുടങ്ങി, പരീക്ഷ എഴുതി. അതൊന്നും ചരിത്രത്തിൽ, അതൊക്കെ പിന്നെ എന്താണ്, നമ്മളെ ഇൻസ്പയർ ചെയ്യേണ്ട, ഉത്തേജിപ്പിക്കേണ്ട സംഭവങ്ങളാണ്. ഒരാൾ ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ പല പ്രതിസന്ധികൾ കാരണം അദ്ദേഹത്തിന് പഠിക്കാൻ പറ്റിയില്ല, വേണ്ടത്ര നല്ല മാർക്ക് കിട്ടിയില്ല. ഭാവിയിൽ ആ പ്രതിസന്ധികൾ അയാൾ മറികടന്ന് അയാൾക്കെന്താ പഠിച്ചുകൂടെ? അതൊരു തെറ്റല്ല. ഞാൻ പറയുന്നത് തെറ്റെന്താണ് ചെയ്യുന്നത്? ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന SFI സഹാക്കള് പിന്നെ പരീക്ഷ എഴുതാതെ പാസ്സാവുന്നു, പിന്നെ പാസ്സാവാതെ പിന്നെ PGയോ ഡിഗ്രിയോ പാസ്സാവാതെ ഓണേഴ്സോ പാസ്സാവാതെ PhDക്ക് രജിസ്റ്റർ ചെയ്യും. അവര് പിന്നെ ആൾമാറാട്ടം നടത്തി വേറൊരാളെ കൊണ്ട് പരീക്ഷ എഴുതിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ട SFI നേതാക്കന്മാർ കേരളത്തിലുണ്ട്. അപ്പം പിന്നെ ഈ വിവേക് കിരൺ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് കുറച്ച് മാർക്ക് കുറഞ്ഞു, ഒരു തെറ്റല്ല. ഡിഗ്രിക്ക് ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ വെറും ഡിഗ്രി പാസ്സായാൽ മതി. അതിന് ഫസ്റ്റ് ക്ലാസ് ഒന്നും വേണ്ട. സാധാരണ ഒരു ഡിഗ്രി, നിങ്ങൾ വെറും ഗ്രാജുവേഷൻ മതി സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാൻ. എത്രയോ പേര് വെറും ഗ്രാജുവേഷനുള്ള വലിയ മാർക്കൊന്നും ഇല്ലാത്തവർ പിന്നീട് സിവിൽ സർവീസ് പരീക്ഷ കഠിനാധ്വാനം കൊണ്ട് അവർ എഴുതിയെടുത്തിരിക്കുന്നു. അതൊരു വലിയ ഉദാഹരണം. അതായത് ഈ ലോകത്തിൽ നിങ്ങളുടെ ഭാഗ്യദോഷം കൊണ്ടോ സാഹചര്യം കൊണ്ടോ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാലിടറിയാൽ നിങ്ങൾക്ക് വീണ്ടും തിരിച്ച് ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കയറി വരാനൊരു അവസരമുണ്ട്. ആ അവസരം അത് നഷ്ടപ്പെടുത്തരുത്. അക്കാര്യത്തിൽ ഞാൻ വിവേകിനൊപ്പമാണ്. പിന്നെ പ്രശ്നം വരുന്നത്, ലണ്ടനിൽ ബർമിംഗ്ഹാമിൽ കാശ് കൊടുത്താണോ പോയത് അതോ സ്കോളർഷിപ്പ് കിട്ടിയാണോ പോയത്? ഇവിടാണ് പ്രശ്നം. കാശ് കൊടുത്താണ് പോയെങ്കിലും പ്രശ്നമില്ല, പക്ഷെ ആ കാശ് ധാർമ്മികമായ രീതിയിൽ, നിയമപരമായ രീതിയിൽ അദ്ദേഹത്തിന്റെ പിതാവോ കുടുംബാംഗങ്ങളോ സമ്പാദിച്ചതാണോ? ആണെങ്കിൽ തെറ്റൊന്നുമില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അമ്മാവന്മാരോ ആരെങ്കിലും അദ്ദേഹത്തിന് ധനസഹായം ചെയ്താണ്, തെറ്റൊന്നുമില്ല. പക്ഷെ ഇവിടെ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വരുമാനവും അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പഠന ചെലവുകളുമായിട്ട് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പ്രശ്നം. അങ്ങനെ പോയിട്ട് പിന്നെ വിദേശത്ത് പോയി പഠിക്കുന്നത് മാതൃകയല്ല. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളും നേതാക്കന്മാരുടെ ജീവിതവും തമ്മിലുള്ള പൊരുത്തക്കേട്, അതാണല്ലോ നമ്മൾ ആദ്യം പറഞ്ഞ ആത്മവഞ്ചന, ഹിപ്പോക്രസിയും ഇരട്ടത്താപ്പും. അത് തെറ്റാണ്. കാരണം വിദേശത്ത് പോയി പഠിക്കുന്നവരെയൊക്കെ ബൂർഷ്വാകളെന്നും പിന്നെ കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്കെതിരെ വലിയ സമരം നടത്തുകയും ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ ഈ സ്വകാര്യ മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും സ്വാശ്രയ മേഖലയ്ക്കെതിരെ സമരം നടത്തി സ്വന്തം അണികളെ പിന്നെ വെടിയുണ്ടകൾക്ക് പിന്നെ തള്ളിയിട്ട് കൊടുത്ത് രക്തസാക്ഷികളെ സൃഷ്ടിച്ച് അങ്ങനെ സമൂഹത്തിലാകെ കലാപമുണ്ടാക്കി കേരള സമൂഹത്തെ വഴിതെറ്റിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ മകനെ
അദ്ദേഹം ഇത് കാണിക്കുന്നതാണ് ഇതെല്ലാം സാധാരണക്കാർ ചോദിക്കാൻ തുടങ്ങി. അല്ലെ ഇതൊന്നും ആരും ചോദിക്കില്ല. എന്താ തെറ്റ്? അപ്പൊ ഇവരുടെ പിതാക്കന്മാരെ കാണിക്കുന്ന വൈരുദ്ധ്യങ്ങൾ, അവരുടെ ആശയപരമായ പാപ്പരത്തങ്ങൾ, അവർ സമൂഹത്തിന് എതിരെ അവർ വഞ്ചിക്കുന്നത്, അവരെ പോലുള്ള ഈ തങ്ങളുടെ മക്കളെ പോലുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അവർ നിഷേധിച്ച അവസരങ്ങൾ, ഇതൊക്കെ ജനത്തിന്റെ മനസ്സിൽ കനലുപോലെ എരിയുന്നുണ്ട്. ആ കനലിന്റെ ചൂടേറ്റാണ് വിവേക് കിരൺമാരും വീണാ വിജയന്മാരും ഒക്കെ വാടിക്കരിഞ്ഞു പോകുന്നു. അത് സമൂഹത്തിന്റെ രോഷമാണ്. ആ സമൂഹത്തിന്റെ രോഷം കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലാവേണ്ടതാണ്. അവർ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്നും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവരെന്ന് സ്വയം അവകാശപ്പെടുന്നവരാണ്. ഇത്തരം അവകാശവാദങ്ങൾ ഒരു ഭാഗത്ത് നടത്തുമ്പോൾ നമ്മുടെ ആദർശത്തിന് അനുസൃതമായി ജീവിക്കാനുള്ള ഒരു പ്രതിബദ്ധത നമ്മൾ കാണിക്കണം. ആ പ്രതിബദ്ധത നമ്മൾ കാണിച്ചില്ലെങ്കിൽ നമ്മൾ ആശയപരമായി നമ്മുടെ പാപ്പരത്വം ഇന്നല്ലെങ്കിൽ നാളെ പറയും. ആൾക്കാർ നിങ്ങളുടെ മുഖത്ത് നോക്കി കാർക്കിച്ചു തുപ്പും. അതിന് സമൂഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവിടെ നിലവിളിച്ചുകൊണ്ട് കാര്യമില്ല. പിന്നെ മുഹമ്മദ് റിയാസ് നിസ്കരിക്കാൻ പോകുന്ന ആരും പടമെടുത്താലും റിയാസിന് അത് പ്രശ്നമല്ല, അതുകൊണ്ട് തന്നെ അതൊരു വിവാദമാകുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ അളിയൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയപ്പോൾ അത് പ്രശ്നമായി. അത് ഇതുകൊണ്ടാണ് കാരണം കേരളത്തിൽ നിലനിൽക്കുന്ന ഇരട്ടത്താപ്പ്. ഹിന്ദുവിന് മാത്രം ഇതെല്ലാം മതേതരത്വവും ഒക്കെ ഹിന്ദുവിന് മാത്രമുള്ളത്. വിവാദമാക്കുന്നതിന് പിന്നിൽ അങ്ങനത്തെ വേറൊരു സംഗതി കൂടിയുണ്ട്. അതായത് ഈ മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തെറ്റായ ചിന്താഗതി പലരുടെയും ഉള്ളിൽ പിടികൂടിയിട്ടുണ്ട്. അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഇടത് പ്രസ്ഥാനങ്ങളാണ് അത്തരം ഒരു വ്യാജ മതേതരത്വത്തിന്റെ ആശയം കേരള സമൂഹത്തിൽ ഒരു പരിപ്രേക്ഷ്യം സൃഷ്ടിച്ചത്. ഈ വ്യാജ മതേതരത്വം ഉള്ളിൽ ഒരു നിധി പോലെ കാത്തുവെക്കുന്ന എന്റെയൊക്കെ തലമുറയിലുള്ള ഗൗതത്തിന്റെ തലമുറയിൽ അതുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. ഒരു 50 വയസ്സിനോട് അടുപ്പിച്ചുള്ളവരെ തൊട്ട് എന്റെ തൊട്ട് മുമ്പുള്ള തലമുറ തൊട്ട് ഉള്ള ആൾക്കാർക്ക് വരെ അതുണ്ട്. ഈ നിങ്ങളെപ്പോലെ ജെൻസിക്കാർക്ക് ഒരുപക്ഷെ അതില്ലായിരിക്കാം. ഇത് 80-കള് 90-കള് 70-കള് ഒക്കെ നിലനിന്നിരുന്ന ഒരുതരം വ്യാജ സാമൂഹിക പ്രതിബദ്ധത, വ്യാജ മതേതരത്വം, അതൊക്കെ ഉള്ളിൽ കിടന്നിങ്ങനെ പുളിച്ചു തെകിട്ടുന്നതാണ്. എന്നാൽ അതിന്റെ ദുർഗന്ധമാണ് ഈ കാണുന്നതൊക്കെ. അതായത് ഓരോരുത്തർക്കും ഹിന്ദുവിന് ഇത് ചെയ്യാൻ പാടില്ല, ഹിന്ദുവിന് അത് ചെയ്യാൻ പാടില്ല, ബാക്കിയുള്ളവർക്കൊക്കെ അവരുടെ വിശ്വാസമാകാം, ഹിന്ദു വിശ്വസിക്കാൻ പാടില്ല. ഇതൊക്കെ കേട്ട് ഇതൊക്കെ വെള്ളം ചേർക്കാതെ വിഴുങ്ങിയ കേരള സമൂഹം തന്നെ ഇതിനകത്തിലെ കുഴപ്പക്കാര്, അല്ലാതെ വേറെ ആരുമല്ല. ഇതൊക്കെ എത്ര നാൾ ഇത് സഹിച്ചുകൊണ്ടിരുന്നു? ഇതൊക്കെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല? ഈ പാർട്ടി ക്ലാസ്സിലും LC-യിലും ഏരിയ കമ്മിറ്റിയിലും ഒക്കെ ഇത്തരം ചർച്ചകൾ നടക്കുമ്പോൾ ഇതുപോലെ പാർട്ടി സമ്മേളനങ്ങളിലൊന്നും ഇത്തരം ഗൗരവമേറിയ സാമൂഹിക വിഷയങ്ങൾ കൃത്യമായി ചർച്ച ചെയ്ത് പാർട്ടിക്ക് വ്യക്തമായ നിലപാടുകൾ ഉണ്ടാക്കാത്തതിന്റെ ഫലമാണിതെല്ലാം. അല്ലെങ്കിൽ കേരള സമൂഹത്തെ വഴിതെറ്റിക്കാൻ വേണ്ടി, കേരളത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ച വിദേശ ശക്തികൾക്ക് കീഴടങ്ങിയതിന്റെ ഫലമാണത്. പലരുമായിട്ടും അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാക്കിയ അടവ് നയത്തിന്റെ ഫലമാണത്. രാഷ്ട്രീയ കള്ളത്തരങ്ങളും ഉണ്ടാക്കി തീവ്രവാദ ഗ്രൂപ്പുകളെയൊക്കെ കൈനീട്ടി സ്വീകരിച്ച് തീവ്രവാദികളെ മോചിപ്പിക്കണമെന്ന് കേരള നിയമസഭ ഏകകണ്ഠമായി ആവശ്യപ്പെട്ടതിന്റെ ഒരു പ്രതിഫലനമാണിത്, ഒരു പ്രത്യാഘാതമാണിത്. ബോംബ് കേസിലും അതുപോലെ തന്നെ കലാപ കേസിലും ജയിലിൽ കിടക്കുന്നവനെ അത് കേരളത്തിന്റെ അതിർത്തിയിൽ ചെന്ന് മാലയിട്ട് സ്വീകരിച്ച് അയാളോടൊപ്പം വേദി പങ്കിടുമ്പോഴുള്ള ചില പ്രതിസന്ധികളാണിത്. അതൊക്കെ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളാണിത്. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവനവനോട് തന്നെ ആത്മാർത്ഥത കാണിക്കും, സ്വന്തം ആശയത്തോട് പ്രതിബദ്ധത കാണിക്കും. അതല്ലെങ്കിൽ ആശയം വിട്ട് വേറൊരു ആശയം സ്വീകരിക്കണം. അത് പറയാനുള്ള മാനസിക ധൈര്യം എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിലോട്ട് ബോംബെറിയുന്നതിലോ 10-20 പേര് ചെയ്യുന്ന ഒരു വ്യക്തിയെ വെട്ടിക്കൊല്ലുന്നതിലോ അല്ല ധൈര്യം. നിലപാടുകളുടെ ദാർഢ്യമാണ്. അത് വിളിച്ചു പറയാനുള്ള മാനസികമായിട്ടുള്ള ഒരു സത്യസന്ധതയാണ്. ആ സത്യസന്ധത ഇല്ലാത്തതും അത്തരം നിലപാടുകൾ ഉള്ള ഭീരുത്വവും ഒക്കെയാണ് ഇത്തരം വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത്. അതാണ് എനിക്ക് പറയാൻ.